സുലൈമാൻ നബി അലൈഹിസ്സലാമും പട്ടാളവും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്രാമധ്യേ ഉണ്ടായ ഒരു സംഭവമാണിപ്പോൾ ഇവിടെ എടുത്തുദ്ധരിച്ചത്. ഒരു താഴ്വരയിലെത്തിയപ്പോൾ അവിടെ ഒരുപാട് ഉറുമ്പുകളുള്ള താഴ്വരയാണ്. അപ്പോഴാ ഉറുമ്പുകളോട് അതിൽ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ ഉറുമ്പ് സംസാരിച്ചു. ഉറുമ്പിന്റെ സംസാരം മറ്റു ഉറുമ്പുകൾ കേട്ടു. അത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ആയത്തിലുണ്ട്. അത് ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ട് കുറെ ആളുകൾ പറഞ്ഞു ഇവിടെ നംലത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉറുമ്പല്ല. കാലത്ത് നംലത്ത് എന്ന് പറഞ്ഞാൽ അത് ഉറുമ്പല്ല ഉദ്ദേശം. പിന്നെ എന്താണ്? അതൊരു ഗോത്രത്തിന്റെ പേരാണ്, ഒരു വീട്ടുപേരാണ്. നമ്മളൊക്കെ ഓരോ പറമ്പിന്റെ പേരിലുള്ള ഓരോ വീട് വരുന്നു അവിടെ. അപ്പൊ അത് ഉറുമ്പിന്റെ പേരിലുള്ള ഒരു പിന്നെ ഒരു കബീല, ഒരു ഗോത്രം. അപ്പൊ നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു എന്നാണ്. നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു എന്നാണ് കാലത്ത് നംലത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അതല്ലാതെ ഉറുമ്പൊന്നുമല്ല എന്നാണ് വ്യാഖ്യാനിച്ചത്. അങ്ങനെ വ്യാഖ്യാനിച്ച കുറെ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒക്കെ പഴച്ചോരാണ്. അഹ്ലുസുന്ന അങ്ങനെ വ്യാഖ്യാനിക്കൂല. അഹ്ലുസുന്നക്ക് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ അംഗീകരിക്കുന്നതിൽ ഒരു തടസ്സമല്ല. അതുകൊണ്ട് ചില മതയുക്തിവാദികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബുദ്ധിക്കും അവരുടെ യുക്തിക്കും ഉൾക്കൊള്ളാനാവാത്തതിനെയൊക്കെ അവർ വ്യാഖ്യാനിച്ചൊപ്പിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ച കുറെ ആളുകളുണ്ട്. പഴച്ച ആളുകളുടെ കൂട്ടത്തിൽ, പഴച്ച കക്ഷികളുടെ കൂട്ടത്തിൽ. അവര് പ്രവാചകന്മാരുടെ പല മുഅ്ജിസത്തുകളെയും അവർ തള്ളിക്കളയും. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എന്ത് ഒരു ഉറുമ്പ് സംസാരിക്കേ, മറ്റേ ഉറുമ്പുകളൊക്കെ വിളിച്ചു പറയേ, എന്നിട്ടിങ്ങനെ അതൊരു മനുഷ്യൻ കേൾക്കേ, എന്നിട്ട് ആ മനുഷ്യൻ ചിരിക്കേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊന്നല്ല ഉദ്ദേശം. അതൊക്കെ ആ വാദിന്നംല് എന്ന് പറഞ്ഞ സ്ഥലം, അതൊരു സ്ഥലത്തിന്റെ പേര്. അവിടെ ഈ പട്ടാളം എത്തിയപ്പോ അവിടെ കുറെ പെണ്ണുങ്ങളും കുറെ ആണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ഈ വാദിയിലുള്ള ആൾക്കാരെ എല്ലാരും വേഗം വഴിമാറിക്കോളിൻ, സുലൈമാനും പട്ടാളവും വരുന്നുണ്ട്, പട്ടാളക്കാരൊന്നാകെ സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ പെടണ്ടാവും, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിന്നോളും, പരി കയറി കുത്തിരുന്നോളി എന്ന് വിളിച്ചു പറഞ്ഞതാണ്. ആ ഗോത്രക്കാരായ ആളുകളോട് ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണെന്തീരതാണ് വിളിച്ചു പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പട്ടാളവും സൈന്യവും വണ്ടിയും ഒക്കെ കൂടി വരുമ്പോൾ പൊയ്ക്കോളിട്ടെ, എല്ലാവരും പൊയ്ക്കോളിയും, ബൈലൊന്നും നിൽക്കണ്ട, ആകെ പ്രശ്നമാവെന്ന് അറിയില്ലേ. അതേമാതിരി ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞതാണ് എന്നാണ് അവർക്ക് മനസ്സിലായത്. അവർക്കങ്ങനെ മനസ്സിലായി. ഇനി നമുക്ക് നിവൃത്തിയൊന്നുമില്ല. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം മുഅ്ജിസത്തുകൾ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഏത് വസ്തുക്കളെയും സംസാരിപ്പിക്കുന്നവനാണ് അള്ളാഹു. നാളെ പരലോകത്ത് നമ്മുടെ ഈ തൊലി സംസാരിക്കൂലേ, കൈ സംസാരിക്കൂലേ, കാല് സംസാരിക്കൂലേ? ഏതാ സംസാരിക്കാത്തത്? ഒക്കെ സംസാരിക്കൂലേ? അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈഇൻ എന്നല്ലേ പറയുന്നത്. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായ അള്ളാഹു ഇന്നത്തെ ദിവസം ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചിരിക്കുകയാണ് എന്ന് പരലോകത്ത് വെച്ച് തൊലികൾ മനുഷ്യനോട് പറയും. എപ്പോ? മനുഷ്യൻ തൊലികളോട് അങ്ങോട്ട് വർത്താനം പറയുമ്പോ, നിങ്ങളെന്താ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് മനുഷ്യന്റെ തൊലികളോട് ചോദിക്കുമ്പോൾ തൊലികൾ തിരിച്ചു പറയുന്ന മറുപടി നമ്മളെ സ്കിന്നിനോട് നമ്മൾ ചോദിക്കുക, നമ്മുടെ സ്കിന്ന് നമ്മളോട് മറുപടിയും പറയാ. ഇപ്പൊ ഒരു ഉറുമ്പ് സംസാരിക്കണത് കേട്ടത് മനസ്സിലാകാത്തവൻ അവിടെ അതെന്തായാലും മനസ്സിലാവും. പക്ഷെ അതിന് തൗബ ഇത് കയറിച്ചിട്ട് പടച്ചോനെ അത് നമ്മൾ തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്കൊരു ചാൻസും കൂടെ ദുന്യാവക്ക് വന്നാൽ ഞങ്ങൾ വേറെ തഫ്സീർ എഴുതിക്കോളാം, അത് ഉറുമ്പന്നെ ആയിരുന്നു എന്ന് പറഞ്ഞോളാം. അതിന് അവസരമുണ്ടോ പരലോകത്ത്? ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ്, ശരിക്കും അങ്ങനെ തന്നെയാണ്. ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് തന്നെയാണ്. അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? അതന്നെ മുഅ്ജിസത്ത്. മനുഷ്യനെ കൊണ്ടോ സൃഷ്ടികളെ കൊണ്ടോ പ്രത്യേകം കഴിയാത്ത കാര്യങ്ങളാണ് അള്ളാഹു പ്രത്യേകം ഗ്രാഹ്യത കൊടുക്കുകയാണ്. അതാണ് മുഅ്ജിസത്തുകൾ.